കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ ഒന്നടക്കം ആവേശത്തിലാഴ്ത്തിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ലിയണൽ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന കേരളത്തിലേക്ക് കളിക്കാനെത്തുമെന്ന് കായിക മന്ത്രിയായ വി അബ്ദുറഹിമാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിൽ നിന്നും ഇമെയിൽ ലഭിച്ചതായാണ് അദ്ദേഹം പറഞ്ഞത്. കൈരളി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്ന അബ്ദുറഹിമാനാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത്. എന്നാൽ അവസാനം വരുന്ന അപ്ഡേറ്റുകൾ അനുസരിച്ച് ഈ കാര്യം KFAയോ AIFFോ ഒന്നും അറിഞ്ഞിട്ടില്ല. AIFF ആക്ടിംഗ് സെക്രട്ടറിയായ സത്യനാരായണൻ ഇങ്ങനെ ഒരു കാര്യം നടന്നതുപോലും അറിഞ്ഞിട്ടില്ലെന്നും വ്യക്തമാക്കി. ഇങ്ങനെ ഒരു മത്സരം വേണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അനുമതി അത്യാവശ്യമാണ്. ഈ അനുമതി ലഭിച്ചാൽ മാത്രമേ മത്സരം നടത്താനാകൂ. ഈ അനുമതി സ്റ്റേറ്റ് ഫെഡറേഷൻ വഴി ദേശീയ ഫെഡറേഷനാണ് നൽകേണ്ടത്. കേരള ഫുട്ബോൾ ഫെഡറേഷനും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അപേക്ഷയും ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ ഇതുവരെ എന്താണ് സത്യാവസ്ഥ എന്നാണ് ഫുട്ബോൾ ലോകം തിരക്കുന്നത്. ഇനി എങ്ങാനും അർജന്റീന വന്നാൽ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ ആയിരിക്കും മത്സരം നടത്താൻ ഉദ്ദേശിക്കുക. ഈ വേദി തീരുമാനിക്കുക ഇന്ത്യയോ കേരളമോ അല്ല, അത് ഫിഫയായിരിക്കും. ഇനി എങ്ങാനും മത്സരം നടക്കുകയാണെങ്കിൽ അർജന്റീനയുടെ എതിരാളികളാകാൻ ഇന്ത്യക്കൊരു സാധ്യതയും കാണുന്നില്ലെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ അർജന്റീന ജൂലൈ മാസത്തിൽ ഇന്ത്യയിൽ എത്തുമോ ഇല്ലയോ എന്നാണ് ഇനി ആരാധകർ ഉറ്റുനോക്കുന്നത്. മന്ത്രി പറഞ്ഞതനുസരിച്ച് അർജന്റീന ജൂലൈ മാസത്തിൽ ഇന്ത്യയിൽ കളിക്കാനെത്തും. എന്നാൽ ഇക്കാര്യം കേരള ഫുട്ബോൾ ഫെഡറേഷനോ AIFFോ ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.